Hello guys, welcome to a പുതിയ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ 24 അവേഴ്സിൽ 3000 കാലറീസ് അടങ്ങുന്ന ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് വളരെ ഹെവി ആണെന്ന് അറിയാം, പക്ഷെ നമ്മുടെ ഒരു ചെറിയൊരു ടാസ്ക് ആണ്. ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കാലറീസ് കൂടിയ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ജോഗിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. സാധാരണ ഞാനൊരു 5 മണിക്കാണ് ഇറങ്ങുന്നത്. ഇന്ന് കുറച്ചല്ല, നല്ല ലേറ്റായിപ്പോയി. വാച്ചിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സീനറികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. അടിപൊളി. നമ്മുടെ 7 ദിവസത്തെ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. പക്ഷേ ഈ ഒരു ചലഞ്ച് ഞാൻ റെഗുലറായിട്ട് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. ഇടയ്ക്കൊക്കെ സ്കിപ്പായും, പക്ഷേ റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ട്. മാക്സിമം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ആ സീനറി കാണിച്ചു തരാം. അങ്ങനെ വെഞ്ഞാറമ്മൂട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ചും കൂടി പോയിട്ട് തിരിച്ചു പോകണം. ഒരു ഗ്ലാസ് പാല്, 4 എഗ്ഗ് മേടിച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിന് വരുന്നത് 74 കാലറീസ്. 4 എഗ്ഗിനാകുമ്പോഴത്തേക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ മേളിൽ കാണിക്കും, ഇവിടെ കാണിക്കും. ഒരു ഗ്ലാസ് പാലും കൂടി പറഞ്ഞോ. Final one. സോഡ ലൈമിൽ ഏകദേശം 350 കാലറീസ് ഉണ്ട്. ഓക്കെ, ഇതിനി കുറച്ചും കൂടി ഉണ്ട്. നീ കൂടുതൽ അടിച്ചാളാ. 20 തന്നെയാണോ? 20 തന്നെ കൂടുതലുണ്ടോ? 20-ന് 2 ഗ്ലാസ് വെള്ളമാണ്. അടിപൊളി. രണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് 500 ഗ്രാം റൈസും പിന്നെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ കുറച്ച് 2 പീസ് ലിവറും എടുത്തിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടോട്ടൽ നമ്മളിത് ഇത്രയും കാലറീസ് ബാക്കി ഉള്ളത് ഇന്ന് നൈറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിള്ളേരൊക്കെ വന്നു. ഇനി നമ്മൾ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അതെ, എവിടെയെങ്കിലും പോയി വല്ല സ്നാക്സ് ഒക്കെ വാങ്ങി കഴിക്കാം. നിങ്ങളിത് എന്തോന്നു പാക്കറ്റ് ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേർ നമ്മൾ കഴിക്കാൻ പോവാണ്. ഒരു പാക്കറ്റിൽ കറിയുണ്ട്.
കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഒരു പാക്കറ്റ് കഴിക്കുമ്പോൾ ഏകദേശം 520 കാലറിയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ 2 അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത് ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസ് ആണ്. ഇത് ഏകദേശം 100 ഗ്രാം ഉണ്ട്, 520 കാലറിയാണ്. നെക്സ്റ്റ് പാക്കറ്റ്. ഇതൊന്നും എനിക്ക് അധികം ഇഷ്ടമൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കഴിയാനായിട്ട് ഇതൊക്കെ ഉള്ളൂ. 3 പാക്കറ്റ് കംപ്ലീറ്റ് ചെയ്ത്. 4ാമത്തെ പാക്കറ്റ് ശരിക്കും മടുത്തത്. ഒരു ഇൻട്രസ്റ്റും ഇല്ല കഴിക്കാനായിട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇത് കഴിക്കാൻ. പിന്നെ അത് ചോക്ലേറ്റ് മാത്രം നല്ല ടേസ്റ്റ് ഉണ്ട്. 5ാമത്തെ മടുത്ത് ഫൈനൽ. ഈ ഒരു ഇതോടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 520 കാലറി നമ്മൾ ഈ ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ശരിക്കും ഞാൻ വെറുത്ത്. ഡാർക്ക് ഫാൻറ്റസി ചോക്കോ ഫിൽസ് ഒറിജിനൽ ഫില്ലറ്റ് കുക്കി ടോട്ടൽ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സാധനം നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത് ആപ്പിൾ ഡ്രിങ്ക് ആണ്. 150 ml. പക്ഷേ ഇത് കാലറി കുറവാണ്. എനിക്ക് ആ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ആ ഒരു വായൊക്കെ ഒരുമാതിരി ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് കുടിച്ച് സെറ്റാക്കാനാണ്. 59 കാലറിയേ ഉള്ളൂ. കുഴപ്പമില്ല. ഫിനിഷ്. അപ്പോൾ നമ്മൾ ഇതുവരെ ടോട്ടൽ എത്ര കാലറി കവറായിട്ടുണ്ടെന്നുള്ളത് വീഡിയോ കാണും. വാണിക്കോട് മേള നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്ത അച്ഛന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര ക്യാഷ് ഉണ്ടല്ലോ? ക്യാഷ് വേണോ? വേണ്ടേ? ഫ്രീയാ? ഓക്കെ, താങ്ക് യു. സോ അതൊരു പ്രൊമോഷൻ കൊടുക്കാം. ഇതുവഴി വരുന്നവരൊക്കെ അച്ഛൻ്റെ കടയിൽ കയറി സാധനങ്ങൾ മേടിക്കുക. ഇതാണ് നിങ്ങൾ പറയുന്ന ലുലു മാൾ. ഓക്കെ, ലുലു മാളാണിത്. മുട്ടയൊക്കെ ഉണ്ട്. ഓക്കെ, മുട്ട, റൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ചായ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ അരി സാധനങ്ങളൊക്കെ ഏകദേശം തീരാറായി. ഇതാണ് അച്ഛൻ്റെ ലുലു മാൾ. സരിത ചേച്ചി കേട്ടല്ലോ, ഇതാണ് അച്ഛൻ്റെ ലുലു മാൾ. ഓക്കെ ഗൈസ്, മേളയ്ക്ക് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കളറിംഗ് ചെയ്യാം. അവൾക്ക് ഇതിനകത്തൂടെ വരച്ച് പഠിക്കാം. എന്തേ നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ സാധനങ്ങൾ കാണുകയല്ല. നമ്മുടെ കാലറി ചലഞ്ചില്ലേ, 3000 കാലറി ഇനി കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ കാലറി കൂടി എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ മാണിക്കോട് മേളയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കത്തിയൊക്കെ മൊത്തത്തിൽ വെട്ടിക്കൊല്ലൊക്കെ ചോക്ലേറ്റ് എന്താ സംഭവം? ഗൈസ്, അടുത്തത് പോപ്കോൺ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പോപ്കോൺ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യണം. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 563 കാലറീസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഗൈസ്. അത് തിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകണം. എൻ്റെ വയറ് ഫുള്ളായി. ഏകദേശം 1/2 മണിക്കൂറായി, പക്ഷേ ഇത് ഇതുവരെ തീരുന്നില്ല. ഹെവിയാണ്. എന്താ വാഴ കഴിക്കുന്ന വാഴ ഉള്ളിലൊക്കെ മുറിഞ്ഞെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഹെവി ടാസ്ക്കായി പോയി. ഏകദേശം 1/2 മണിക്കൂറായി തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീരുന്നില്ല.
തിന്ന് ഞാനിവിടെ മഹാമേള നടക്കണം അവിടെ എത്തി. അപ്പോഴും ഇത് തീർന്നിട്ടില്ല. പാണ് എനിക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു പോപ്കോണും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മൊത്തത്തിൽ അടന്ന് ഇനിയിപ്പോൾ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിന് തിന്നാൻ പറ്റില്ല. ഓ ഇത് ഇത്തിരി കടുപ്പായി പോയിട്ടോ. ഞാൻ ഇത്രയും കഴിച്ചതിൽ ഇത് ഇത്തിരി നല്ല ടാസ്ക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടായിട്ടുണ്ട്. ഒരു രക്ഷമില്ലാത്ത തിരക്കാണ്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് വ്ളോഗ് ചെയ്യണമെന്ന വലിയൊരു പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാണിക്കോട് മേളയുടെ ഫുൾ വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ.